ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് ഭുവനേശ്വറിൽ തുടക്കം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് തുടക്കമായി തിരുവനന്തപുരം വലിയമല IISTയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ സഹകരണ സംഘങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഇന്ത്യ സിംബാബ്വെ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സംഘത്തെ ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഭുവനേശ്വറിൽ നടക്കുന്ന പണ്ഡിറ്റ് ഗോപബന്ധു ദാസിന്റെ 96ാം ചരമവാർഷിക പരിപാടികളിൽ ശ്രീമതി മുർമു പങ്കെടുക്കും. നാളെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ രഥയാത്ര രാഷ്ട്രപതി വീക്ഷിക്കും. ഒഡീഷ സന്ദർശനത്തിനിടെ ഉദയഗിരി ഗുഹ സന്ദർശിക്കുന്ന ശ്രീമതി ദ്രൌപദി മുർമു കോളേജ് വിദ്യാർത്ഥികളുമായി സംവദിക്കും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന 12ാമത് ബിരുദദാന ചടങ്ങിൽ പങ്കെടുക്കാനായി ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖർ തിരുവനന്തപുരം വലിയമലയിലെത്തി. IIST ക്യാമ്പസിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഇസ്രോ ചെയർമാൻ S. സോമനാഥ്, IIST ഡയറക്ടർ S. ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സ്വീകരിച്ചു. ക്യാമ്പസിൽ ഉപരാഷ്ട്രപതിയും പത്നി സുധേഷ് ധൻഖറും ചേർന്ന് വൃക്ഷത്തൈ നടുകയും ബിരുദധാരികളുമായി ഫോട്ടോ സെഷനിൽ പങ്കെടുക്കുകയും ചെയ്തു. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിച്ചു. ചടങ്ങിന് ശേഷം കൊല്ലത്തെത്തുന്ന ശ്രീ ധൻഖർ വൈകിട്ട് അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും. നാളെ ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഉപരാഷ്ട്രപതിയുടെ സന്ദർശനത്തോട് അനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 3:30 വരെയും നാളെ രാവിലെ 6:30 മുതൽ 10 മണിവരെയും ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ സഹകരണ സംഘങ്ങൾ വലിയ പങ്കുവഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. 102ാമത് അന്താരാഷ്ട്ര സഹകരണ ദിനത്തോടനുബന്ധിച്ച് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടക്കുന്ന സഹകർ സേ സമൃദ്ധി പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. സഹകരണ മേഖലയ്ക്ക് വളരെ വലിയ പ്രാധാന്യമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ നൽകുന്നതെന്ന് ശ്രീ അമിത് ഷാ പറഞ്ഞു. ക്ഷീര വ്യവസായത്തിൽ അമൂലിനുണ്ടായ വിജയം സഹകരണ മേഖലയിലെ ഉത്തമ ഉദാഹരണമാണെന്നും അദ്ദേഹം പറഞ്ഞു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഗുജറാത്തിലെത്തിയ കേന്ദ്രമന്ത്രി അമിത് ഷാ അഹമ്മദാബാദിലും ഗാന്ധിനഗറിലും നടക്കുന്ന വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. ബനസ്കന്തയിലെയും പഞ്ച്മഹലിലെയും സഹകരണ പൈലറ്റ് പദ്ധതികളും സന്ദർശിക്കും. വനിതാ ക്ഷീര കർഷകർക്ക് പലിശരഹിത റുപേ ക്രെഡിറ്റ് കാർഡ് അദ്ദേഹം വിതരണം ചെയ്യും. തുടർന്ന് ഗോധ്രയിലെ പഞ്ചാമൃത് ഡയറിയുടെ കീഴിലുള്ള വിവിധ ജില്ലാ സഹകരണ ബാങ്കുകളിലെയും ക്ഷീരോത്പാദന കേന്ദ്രങ്ങളിലെയും ചെയർമാൻമാരുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ ജഗന്നാഥ ക്ഷേത്രത്തിൽ നടക്കുന്ന മംഗള ആരതിയിൽ പങ്കെടുക്കുന്ന ശ്രീ ഷാ അഹമ്മദാബാദിലെ നാരൻപുരയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയും അമ്പവാടിയിലെ വിദ്യാർത്ഥി ഭവനും ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ഡെസ്ക് ആകാശവാണി. ഉപഭോക്താക്കളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം. രാജ്യത്ത് മൊബൈൽ താരിഫ് വർധനയുമായി ബന്ധപ്പെട്ട് അടുത്തിടെ പ്രചരിച്ച വ്യാജ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് മന്ത്രാലയത്തിന്റെ പ്രതികരണം. നിലവിലെ മൊബൈൽ സേവന രംഗം പ്രവർത്തിക്കുന്നത് 3 സ്വകാര്യ മേഖലാ കമ്പനികളുടെയും 1 പൊതുമേഖലാ കമ്പനിയുടെയും വിപണിയിലൂടെയാണെന്ന് മന്ത്രാലയം അറിയിച്ചു. പുതിയ സാങ്കേതിക വിദ്യകളിലൂടെ നിക്ഷേപ വളർച്ച നേടുക, സാമ്പത്തിക ലാഭം ഉറപ്പാക്കുക എന്നിവയാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ട്രായ് വിജ്ഞാപന പ്രകാരം വരിക്കാർക്ക് ഏറ്റവും കുറഞ്ഞ നിരക്കിലാണ് സേവനങ്ങൾ ലഭ്യമാകുന്നതെന്നും മന്ത്രാലയം അറിയിച്ചു. നാഷണൽ ബോർഡ് ഓഫ് എക്സാമിനേഷൻസ് നടത്തുന്ന ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷ ഇന്ന്. പരീക്ഷാ നടപടികൾ നിരീക്ഷിക്കാൻ 150ഓളം ഉദ്യോഗസ്ഥരെയും പോലീസിനെയും നിയോഗിച്ചിട്ടുണ്ട്. എല്ലാ പരീക്ഷാ കേന്ദ്രങ്ങളിലും CCTV ക്യാമറകളും സജ്ജീകരിച്ചിട്ടുണ്ട്. അതേസമയം പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നുവെന്ന വ്യാജ പ്രചാരണം ഉദ്യോഗാർത്ഥികൾ വിശ്വസിക്കരുതെന്ന് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി അപൂർവ ചന്ദ്ര അഭ്യർത്ഥിച്ചു. സമൂഹമാധ്യമങ്ങളിൽ ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വ്യാജ വാർത്തകൾക്കെതിരെ ദേശീയ പരീക്ഷാ ബോർഡും മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ പാർട്ടി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. ഗുജറാത്തിൽ 1 ദിവസത്തെ സന്ദർശനത്തിനെത്തുന്ന ശ്രീ രാഹുൽ ഗാന്ധി രാജ്കോട്ട് ഗെയിം സോൺ ദുരന്തം ഉൾപ്പെടെയുള്ള വിവിധ ദുരന്തങ്ങളിൽ ഇരയായവരുടെ ബന്ധുക്കളെ സന്ദർശിക്കും. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ള 5 കോൺഗ്രസ് പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളെയും ശ്രീ രാഹുൽ ഗാന്ധി സന്ദർശിക്കുമെന്നാണ് വിവരം. ലോക്സഭയിൽ ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിന്റെ പേരിൽ അഹമ്മദാബാദിലെ ഗുജറാത്ത് പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിന് പുറത്ത് നടന്ന BJP കോൺഗ്രസ് സംഘർഷത്തിന് പിന്നാലെയാണ് സന്ദർശനം. ഭാരതീയ ജനസംഘം സ്ഥാപകൻ ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ ജന്മദിനമായ ഇന്ന്
പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിനു വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ സമർപ്പണവും ത്യാഗവും ഭാരതീയർക്ക് എന്നും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് തിങ്കളാഴ്ച തുടക്കമാകും. 22ാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് ശ്രീ മോദി മോസ്കോയിലെത്തുന്നത്. പുടിനുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. പ്രാദേശിക അന്താരാഷ്ട്ര പ്രാധാന്യമുള്ള സമകാലിക വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. 2 ദിവസത്തെ റഷ്യൻ സന്ദർശനത്തിന് ശേഷം ഈ മാസം 9, 10 തീയതികളിൽ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കും. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രദേശത്ത് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി. രോഗം സ്ഥിരീകരിച്ച കുട്ടി പയ്യോളി പൊതുകുളത്തിൽ കുളിച്ചതായി കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. KSRTCക്ക് സർക്കാർ സഹായമായി 30 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. ജീവനക്കാരുടെ ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെയുള്ള വിതരണം ഉറപ്പാക്കാനാണ് സർക്കാർ സഹായം ലഭ്യമാക്കുന്നത്. ഇപ്പോൾ പ്രതിമാസം 50 കോടി രൂപയെങ്കിലും കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നീതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന സമ്പൂർണത അഭിയാൻ പരിപാടിക്ക് വയനാട് ജില്ലയിലെ മാനന്തവാടി ബ്ലോക്കിൽ തുടക്കമായി. പാലക്കാട് ജില്ലയിലെ ആദിവാസി മേഖലയായ അഗളി ബ്ലോക്കിലും ഇടുക്കിയിലെ അഴുത ബ്ലോക്കിലും ഇന്ന് സമ്പൂർണത അഭിയാന്റെ ഭാഗമായുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. പദ്ധതിയുടെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ കരിന്തളം പഞ്ചായത്തിൽ ഇന്നലെ പോഷൻ മേള സംഘടിപ്പിച്ചു. ഹെൽത്തി ബേബി ഷോ, പോഷകാഹാര പ്രദർശനം, ടോക്ക് ഷോ എന്നിവ മേളയിൽ ശ്രദ്ധ നേടി. ഇന്ത്യ സിംബാബ്വെ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. സിംബാബ്വെയിലെ ഹരാരെ സ്പോർട്സ് ക്ലബ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 4:30 കളി ആരംഭിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റ് വിജയത്തിന് ശേഷം നടക്കുന്ന ആദ്യ മത്സരമാണിത്. IPL താരങ്ങൾ നിറഞ്ഞ യുവനിരയെ ശുഭ്മാൻ ഗില്ലാണ് നയിക്കുന്നത്. പരമ്പരയിൽ ആകെ 5 കളികളാണ് ഉള്ളത്. വെനസ്വേലയെ കീഴടക്കി കാനഡ കോപ്പ അമേരിക്ക ഫുട്ബോൾ ടൂർണമെന്റിന്റെ സെമിയിൽ കടന്നു. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഓരോ ഗോൾ അടിച്ച് സമനില പാലിച്ചതിനെ തുടർന്ന് കളി പെനൽറ്റി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ഷൂട്ടൌട്ടിൽ 4-3 വിജയത്തോടെയാണ് കാനഡ സെമി ബർത്ത് ഉറപ്പിച്ചത്. ഈ മാസം 10 നടക്കുന്ന സെമിയിൽ കാനഡ കരുത്തരായ അർജന്റീനയെ നേരിടും. യൂറോ കപ്പ് ഫുട്ബോളിന്റെ സെമിയിൽ ഫ്രാൻസും സ്പെയിനും ഏറ്റുമുട്ടും. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പോർച്ചുഗലിനെ പരാജയപ്പെടുത്തിയാണ് ഫ്രാൻസ് സെമി ഫൈനലിന് യോഗ്യത നേടിയത്. പോർച്ചുഗീസ് താരം ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ അവസാന യൂറോ കപ്പ് മത്സരമായിരുന്നു ഇത്. നേരത്തെ ആതിഥേയരായ ജർമ്മനിയെ പുറത്താക്കി സ്പെയിൻ സെമി ഫൈനലിൽ കടന്നിരുന്നു. ഇന്ന് രാത്രി നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ട് സ്വിറ്റ്സർലൻഡിനെ നേരിടും. ഇറാനിലെ 14ാമത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മുൻ ആരോഗ്യമന്ത്രി മസൂദ് പെസഷ്കിയാൻ വിജയിച്ചു. എതിരാളിയായ സയ്യിദ് ജലീലിയെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. റൺ ഓഫിൽ ആകെയുള്ള 30 ദശലക്ഷം വോട്ടുകളിൽ 16 ദശലക്ഷത്തിലധികം വോട്ടുകളും മസൂദ് പെസഷ്കിയാൻ നേടി. കഴിഞ്ഞ മാസം 28-ന് ഇറാനിൽ നടന്ന വോട്ടെടുപ്പിൽ പെസഷ്കിയാൻ മൊത്തം വോട്ടിന്റെ 42.6% നേടിയപ്പോൾ ജലീലിക്ക് 38.8% ലഭിച്ചു. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് ആവശ്യമായ 50% മാർക്ക് കടക്കാൻ ഇരു സ്ഥാനാർത്ഥികൾക്കും സാധിക്കാതെ വന്നതോടെയാണ് റൺ ഓഫ് നടത്തിയത്. രാജ്യത്തിന്റെ വടക്കുകിഴക്കൻ മേഖലയിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉത്തരാഖണ്ഡിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചില പ്രദേശങ്ങളിലും ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജമ്മുകശ്മീർ, ലഡാക്ക്, മുസഫറാബാദ്, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ് തുടങ്ങിയ ഇടങ്ങളിലും അടുത്ത 4 ദിവസം അതിതീവ്ര മഴ മുന്നറിയിപ്പ് നൽകി. ന്യൂനമർദ്ദപാത്തിയുടെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇടിമിന്നലോട് കൂടിയ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൌപദി മുർമുവിന്റെ 4 ദിവസത്തെ ഒഡീഷ സന്ദർശനത്തിന് ഇന്ന് ഭുവനേശ്വറിൽ തുടക്കം. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകറുടെ 2 ദിവസത്തെ കേരള സന്ദർശനത്തിന് തുടക്കമായി. തിരുവനന്തപുരം വലിയമല IISTയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കുന്നു. ഗ്രാമീണ മേഖലയുടെ വികസനത്തിൽ സഹകരണ സംഘങ്ങൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ഉപഭോക്താക്കൾക്ക് കുറഞ്ഞ നിരക്കിൽ സേവനം ലഭ്യമാക്കുന്നതിലാണ് സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കേന്ദ്ര കമ്മ്യൂണിക്കേഷൻസ് മന്ത്രാലയം. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. ഇന്ത്യ സിംബാബ്വെ 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയ്ക്ക് ഇന്ന് തുടക്കം. ഇന്ത്യൻ സംഘത്തെ ശുഭ്മാൻ ഗിൽ നയിക്കും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.